ഹായ്, നമുക്ക് നമ്മുടെ ഷിംജിത താത്താൻ്റെ ഒരു റീൽ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഞാൻ വേണ്ട വിചാരിച്ചാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. അതാണ് അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഇവളുടെ പ്രീവിയസ് ഈ റീൽസിൽ ഇവളുടെ അക്കൗണ്ടിൽ കിടക്കുന്നത്. ഇതായിരിക്കും തോന്നുന്ന വഴിയിലൂടെ അങ്ങ് പോവാ. ചിലപ്പോണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ല അടിപൊളി വ്യൂ അവിടെ നമ്മളെ കാത്തിക്കുന്നുണ്ടാവും. ഇതുപോലെ തന്നെയാണ് ലൈഫും. ചിലപ്പോ എല്ലാത്തിനും നമുക്ക് ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ മുന്നിലുള്ള പുതിയ വഴി ഉണ്ടല്ലോ, അതൊരു നല്ല തുടക്കമായിരിക്കും. അപ്പോൾ ആള് പറഞ്ഞത് കറക്റ്റാണ്. മുന്നിലുള്ള ആ ഒരു പുതിയ തുടക്കം, പുതിയ വഴി, അത് വല്ലാത്തൊരു തുടക്കം തന്നെയായിരുന്നു. ഇത്രയും വലിയൊരു തുടക്കം ആള് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഷിംജിത താത്ത ആഗ്രഹിച്ച പോലെ തന്നെ എന്തായാലും പക്ക സ്റ്റേറ്റുകൾ വഴി ആള് വൈറലായിട്ടുണ്ട്. ഇനി ആ ഷിംജിത താത്താന്റെ ആ തുടക്കം നമുക്കൊന്ന് കാണാം അല്ലേ. ാണ് ഇപ്പോൾ പോകുന്നത്. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ്. അപ്പോൾ ഷിംജിത താത്തെ 10 പേര് കാണാൻ വേണ്ടി ചെയ്ത വീഡിയോ ഇപ്പോൾ 10 പേരൊന്നും അല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഷിംജിത താത്തേനെ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക, മാലയിട്ട് ആദരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ, ജനങ്ങൾ വരെ ക്യൂ നിൽക്കുകയാണ്. ആ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മാലകളാണ് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വല്ല ചെരുപ്പുമാല, തല്ലുമാല, അങ്ങനെ പല മാലകളും ഉണ്ടല്ലോ. എന്ത് വേണമെങ്കിലും കിട്ടും, ഷുവറാണ്. ഒരു കാര്യം ചോദിക്കാണ്ട് ഷിംജിത, നീ 10 പേര് കാണാൻ വേണ്ടിയിട്ടല്ലേ നീ ഈ വീഡിയോ ഒക്കെ എടുത്ത്? പിന്നെ നീ എന്തിനാ അന്ന് ഈ ഓരോരോ റീൽസും വീഡിയോ ഒക്കെ ഇടുമ്പോൾ നീ ഇങ്ങനെ ഒന്നല്ലല്ലോ നിന്റെ എന്താ പറയുക ഡ്രസ്സിങ് രീതിയൊന്നും. എന്തിനാണ് നീ ഇപ്പോൾ മാസ്ക് ഇടുന്നു, ഫുൾ കവർ ചെയ്ത ഡ്രസ്സ് ഇടുന്നു, ഇല്ലെങ്കിൽ നീ നിന്റെ എല്ലാവരും തട്ടാൻ വേണ്ടിയിട്ടും മുട്ടാൻ വേണ്ടിയിട്ടൊക്കെ എന്താ പറയുക ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടൊക്കെ അല്ലേ വരുന്നത്? എന്തിനാണ് ഇപ്പോൾ നീ ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിൽ? എന്തിനാണ്? അതിൻ്റെ പവിത്രത കളയാൻ വേണ്ടിയിട്ടാണോ? ആ ഒരു നിങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട കുറച്ച് നിങ്ങളുടെ ഒരു വസ്ത്രധാരണയാണ് ഇതൊക്കെ. അതൊക്കെ നീ ഇത്രയും വൃത്തികേട് കാണിച്ചിട്ട് ചെയ്ത് നാട്ടുകാരുടെ നോട്ടത്തിൽ നിന്നും ഹൈഡാക്കാൻ വേണ്ടി യൂസ് ചെയ്യാനുള്ളതല്ല ഇതൊന്നും. അതിനൊക്കെ ഒരു പവിത്രതയുണ്ട്. ഈ ഡ്രസ്സിനൊക്കെ ഒരു പവിത്രതയുണ്ട്. അതിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് നീയൊക്കെ ഇതിപ്പോൾ നിന്റെ പേഴ്സണൽ ആവശ്യത്തിന് നീ അത് യൂസ് ചെയ്യുന്നത്. നാണല്ലേ നിനക്കിതൊന്നും? നാണം തോന്നണില്ലേ നിനക്ക്? ഷിംജിത, ഇനിയൊരു ഷിംജിത ഇനി നമ്മുടെ എവിടെ ലോകത്ത് ഉണ്ടാവാതിരിക്കട്ടെ. ഷിംജിതെ പോലെ ഒരു മൈൻഡ് ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. റീച്ചല്ല ജീവിതം, വൈറലാവുന്നതല്ല ജീവിതം. അത് മനസ്സിലാക്കാനുള്ള ബേസിക് കോമൺ സെൻസെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊന്നും ഇങ്ങനെ ചെയ്യില്ല, ആരും ചെയ്യില്ല അത്.